സഹോദര കലാസ്നേഹികളെ, ഈ സിനിമ തത്തുല്യമായി നിങ്ങൾ പ്രേക്ഷകർ എനിക്ക് സന്തോഷ പുരസ്കാരം സമർപ്പിച്ച് കാണാൻ വേണ്ടി സജസ്റ്റ് ചെയ്ത സിനിമയാണ്. അത് ചെയ്യുമ്പോൾ കുറച്ച് കളത്തരമൊക്കെ ആകാൻ കേട്ടു. ഇതൊക്കെ വല്ലാത്ത ജാതി സിനിമകളാണ്. എനിവേ ഗൈസ്, ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ദിസ് ഫിലിം ഒരുമിച്ച്. അറിയാലോ, ഇതൊരു ഗോസ്റ്റ് കം ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ആയതിനാൽ കാറെടുത്ത് എവിടെ പോയാലും സ്ഥിരം വഴിതെറ്റി പോകുന്ന ഒരു അണ്ണൻ തന്റെ ഭാര്യയുമായി മനക്കിലേക്കുള്ള വഴി ചോദിക്കുകയാണ്. കുട്ടികൾ ഓടിക്കളിക്കുന്ന ഈ മനക്കകത്ത് പ്രേതശല്യം ഉണ്ടെന്നാണ് കേട്ടുകേൾവി. അവിടെ താമസിക്കുന്ന അക്കയാണ് നീല ബ്ലൗസ് ഇട്ട അക്ക. ഇത് അക്കന്റെ കൂട്ടുകാരി ലിറ്റിൽ ഫ്ലവർ ഒറ്റ ദിവസം താമസിക്കാൻ വന്നതാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാല് അല്ലല്ലോ പ്രശ്നങ്ങളൊക്കെ. ഇങ്ങനെ ഒറിജിനൽ സൗണ്ട് ഇതായിരുന്നു. ചൂട് പായസം തൊണ്ടയിൽ വെച്ച പോലെ സംസാരിക്കുന്നു. ഓൾറൈറ്റ് ഗൈസ്, അങ്ങനെ പ്രേതബാധിതയുള്ള വീട്ടിലെ കുട്ടികൾ സാറ്റ് കളിക്കവേ പെട്ടെന്നൊരു പെൺകുട്ടിയെ കാണാതാകും. ഈ കൊട്ടാരം പോലത്തെ വീട്ടിൽ പ്രേതബാധിത ഉള്ള സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കാണാതായി കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ പരിഭ്രമിക്കും. പിന്നെ അഫ്കോഴ്സ് പഴയ കൊട്ടാരമാകുമ്പോൾ അവിടെ അടച്ചിട്ട് മുറി വേണമല്ലോ. ആ വീട്ടിൽ 7 ഏക്കർ സ്ഥലം ഉണ്ടായാലും കുരുത്തം കെട്ട കുട്ടികളും ക്യൂരിയോസിറ്റി മൂത്ത യുവതികളും നേരെ അതിനകത്തോട്ടല്ലേ പോയി ഒളിച്ചിരിക്കൂ. പാളി അല്ല കാളി. മലയാളത്തിൽ വിളിച്ചാൽ കേട്ടില്ലെന്നും പറഞ്ഞ അവ ഇംഗ്ലീഷിലൊക്കെ വിളിക്കണം. കസ്റ്റമർ സർവീസിലാണ് വർക്ക് ചെയ്യണം. പിന്നെ ഒരു കുഞ്ഞു പോയ കുടുംബത്തിൽ എല്ലായിടത്തും തപ്പണം എന്നാണല്ലോ. വർഷങ്ങളായിട്ട് എലി വെട്ടി കിടന്ന 10,000 വരെ എണ്ണം തപ്പും. തപ്പി ഒടുക്കാൻ കൊച്ചിനെ കണ്ടെത്തും. അവരാണെങ്കിൽ ആകങ്ങ് പേടിച്ച് അങ്കൂശായി പോയി. നേരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലും. ഇന്നൊരു ദിവസം കൂടി ഒബ്സർവേഷൻ ഇരിക്കട്ടെ, നാളെ പോ. എടാ, ഒരു കൊച്ചു വെച്ച് പേടിച്ച് തലയിറങ്ങി വീണേന് 2 ദിവസം അഡ്മിറ്റാ. വല്ല എനിമയും കൊടുത്ത് പറഞ്ഞു വിടാതാ. ഹോസ്പിറ്റലിന് കുറെ ഉണ്ടാക്കി കൊടുക്കുക തന്നെ. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഒരു ദിവസം നിൽക്കാൻ വന്ന കൂട്ടുകാരി അരമണിക്കൂർ കൊണ്ട് പിണങ്ങി പോകും. അന്നേ ദിവസം രാത്രി അവർ സംസാരിച്ചു കൊണ്ടിരിക്കവേ ജനലിന്റെ സൈഡിലൂടെ എപ്സ്റ്റീൻ ഫയലുമായി ഓടിപ്പോണ കണ്ട് പേടിക്കും. പിറ്റേ ദിവസം എന്തായാലും അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചാലെന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോണ വഴിക്ക് ഇത്ര നേരം സിനിമയിൽ കോമഡി ഒന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് 2 കോമഡി സീനും കൂടി നമ്മൾക്ക് അവർ കാണിച്ചു തരും. നമ്മുടെ ബോബൻ സാർ അവിടെ വെടി പൊട്ടിക്കായിരിക്കണ വെടിക്കാരനെ ചൂണ്ടി ഒരു കഥ പറയും. പണ്ട് വെടിക്കാരന്റെ വെടിക്ക് ശബ്ദം പോരാന്ന് പറഞ്ഞൊരു പൊട്ടന്റെ തോളിൽ വെടിവെച്ച് അത് പൊട്ടിച്ച് അവന്റെ ചെവി തുറപ്പിച്ചവനാണ് അത്ര ഈ വെടിക്കാരൻ. പിന്നെ അവിടെ ആലിന്റെ മൂട്ടിലൊരു അത്ഭുത സിദ്ധിയുള്ള ആസാമി ഇരിക്കുകയാണ്. ആസാമി ആണെങ്കിൽ മൂലം നോക്കി മുഖം പറഞ്ഞ ആള്, മുഖം നോക്കി നക്ഷത്രം പറഞ്ഞ ആള്. അതുവഴി വെറുതെ നടന്നു പോണവരൊക്കെ പിടിച്ചെടുത്ത് പ്രവചിച്ചു കളയും. അവസാനം ബലം കേട്ട് ഒരു പുള്ളി 50 പൈസ കൊടുക്കും. കൊടുത്തത് 50 പൈസയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം പൈസ വെച്ച് ഫലം പറയാൻ ഞാൻ കാക്കാലിനോ കൈനോട്ടക്കാരനോ അല്ല. ദൈവത്തിന് നിങ്ങളോട് എന്താണോ പറയാനുള്ളത് അത് അറിയിക്കാൻ നിയോഗപ്പെട്ട ഒരു ഇടനിലക്കാരൻ മാത്രം. പിന്നെ പോണ വഴി വൈദ്യരച്ഛനൊരു സലാമും വയറ്റിലൊരു കുത്തും കൊടുത്ത് അവർ അങ്ങോട്ട് പോകവേ രാത്രി ആ വീട്ടിലൊരു അനർത്ഥം നടക്കുകയാണ്. പേടിച്ചു പോയി അവർ തൊണ്ടയിലായവരൊക്കെ അതുവഴി ഓടി സ്വന്തം മക്കളെ റൂമിലോട്ട് എത്താൻ നോക്കും. ഗൈസ്, ഈ വീട്ടിൽ ആരോ ഉണ്ട് ഗൈസ്, കണ്ടില്ലേ ഒരുത്തൻ. അച്ഛനും അമ്മയും കൂടെ മക്കളെ തേടി ആ വീട്ടിൽ കിടന്ന് ഓടി അലയും. ഈ പുത്തിയില്ലാത്ത 2 എണ്ണത്തിനും സ്വന്തം മക്കള് കിടന്നുറങ്ങണ റൂം ഏതെന്ന് പോലും അറിഞ്ഞൂടാന്ന് ആ വീട്ടിന്റെ അങ്കമ്പാടി മുതൽ അകത്തളം വരെ കിടന്നോടും. എന്നിട്ട് കുത്തുകൊണ്ട് ചത്തു വീഴും. ഈ ഒരു ഒറ്റ സീനിന് വേണ്ടി 1 പാക്കറ്റ് കെച്ചപ്പാണ് ഡയറക്റ്റ് വേസ്റ്റ് ആക്കിയ. ഇവിടെ ദുർമരണം നടന്നതറിഞ്ഞ് മരത്തിന്റെ ചൂട്ടിലിരുന്ന ആസാമി വീട്ടിൽ കയറി ഹോമം ചെയ്യും. എന്നിട്ട് പുട്ടും കടലയും വെച്ച് അവിടെ ബന്ധിക്കും. നമ്മൾ കടവന്തരയിൽ വെച്ച് മോനെ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ കണ്ടേ, നമുക്ക് പേരിഷ്ടമായി. സോറി ഗൈസ്, മാറിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ വാതിലിനകത്തൊരു ദുർമൂത്രി ഉണ്ടെന്നും അതിനെ ബന്ധിച്ചില്ലെങ്കിൽ അത് ഈ നാട് നശിപ്പിക്കുമെന്നും പറഞ്ഞാണ് അദ്ദേഹം അവിടെ ഇത് മൂടി വെച്ചത്. പിന്നെ ആ കൊച്ചിനെ നമ്മുടെ വൈദ്യരച്ഛൻ എടുത്ത് വളർത്തും. പക്ഷെ ആ കൊച്ചിന്റെ സഹോദരനെ കാണുന്നില്ല. അവൻ പേടിച്ച് ഇവിടെ ഇറങ്ങി ഓടിക്കളഞ്ഞു. അങ്ങനെ വൈദ്യരച്ഛൻ ആ കൊച്ചിന് ഫെയർ ആൻഡ് ലവ്ലി തേച്ച് വളർത്തി വലുതാക്കി ഒരു വലിയ കൃഷ്ണഭക്തയായ ഇല്ലത്തെ പട്ടര കുട്ടിയാക്കി മാറ്റുകയാണ്. ഇനി ഗൈസ്, ഇതാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർ. പ്രത്യക്ഷയിൽ ഇവർ പലരും പല പ്രായക്കാരാണെങ്കിലും പരോക്ഷത്തിൽ ഇവരെല്ലാം ഒരു പ്രായക്കാരാണ്. അച്ഛന്റെ പ്രായം മുതൽ അമ്മാവന്റെ പ്രായം വരെ ഉള്ളവരെല്ലാം ഒരേ കൂട്ട്. അത് അവിടുത്തെ നല്ലൊരു നാട്ടു നടപ്പ്. നമുക്ക് നാളെ ഒരു ട്രക്കിങ്ങിന് പോയാലോ? ഇതാണ് ട്രക്കിങ്. ഏതാ കല്ലുവട്ടം കുഴിയിൽ വന്നിരുന്ന് വെള്ളം അടിക്കുന്ന ട്രക്കിംഗ് എന്ന് പറഞ്ഞു പോയിന്റ് മൊണ്ണാളെ. അത് മാത്രമല്ല, കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടി അങ്ങ് ദൂരെ കണ്ടൊരു പൊത്തിൽ കൈയിടട് എണ്ണാൻ പറയും. 1 2 3 4 5 6 7. പൊത്തിക്കൈയിട്ട് അവന്റെ കയ്യിൽ പാമ്പ് കടിക്കും ഗൈസ്. അതുകൊണ്ട് കൂട്ടുകാരൻ വളരെ കാഷ്വലായി പാമ്പ് കടിച്ചടാ.
അയ്യോ ആ പാമ്പ് ആഞ്ഞൊരു കടി കടിച്ചിട്ട് ബ്രോസിലേക്ക് എത്ര നിസ്സാരം വേണ്ട മോനെ നിന്നെ പാമ്പ് കടിച്ചിടാന്ന്. ആ പാമ്പ് അത് കേട്ടിരുന്നെങ്കിൽ ശങ്കിച്ചു പോയനെ. എന്തായാലും അവനെ വൈദ്യരച്ചന്റെ മുന്നിൽ കൊണ്ടുവരും. അങ്ങനെ കുറച്ച് നാട്ടുവൈദ്യൊക്കെ കൊടുത്ത് അവനെ അങ്ങ് രക്ഷിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതെല്ലാം ഈ സിനിമയിലെ കോമഡി രംഗങ്ങളാണ്. പിന്നെ ദേവൻ ആ നാട്ടിലെ MLA മകൻ, അവൻ നമ്മുടെ നായികയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുകയാണ്. ഒരു ദിവസം അവനെ ആ നാട്ടിലെ ചുള്ളം പയ്യന്മാർ പൊക്കും. ബട്ട് MLA മോനെന്ന അഹങ്കാരത്തിൽ അവൻ അത് പറ, നീ ആരാടാ? നമ്മുടെ ഏരിയയിൽ വന്ന് അലമ്പ് കാണിക്കൂടാ പട്ടിയെന്നും പറഞ്ഞ അവൻ അവന്മാര് പിടിച്ച് തല്ലും. ശേഷം ഒരു ബസ്സിലെ പോക്കച്ചെടിയാണ്. ഈ സിനിമയിലെ സീനുകളെല്ലാം ഒന്നിനൊന്നും ബന്ധമില്ലാത്ത സീനുകളാണ് ഗൈസ്. ആൾക്ക് ഓരോന്ന് ഓരോ അപ്പോ എന്ന് പറഞ്ഞാൽ ആൾക്ക് ഓരോന്ന് വെച്ച് ഓരോ സീൻ അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അന്തരിച്ച ജയന്റെ അൺപ്രൂവ്ഡ് DNA മകൻ മിസ്റ്റർ പേരെനിക്കറിയില്ല, പുള്ളിയുടെ ബസ്സിൽ ആരാ പോക്കച്ചടിച്ചെന്ന്. എന്തായാലും ആരെയൊന്നും പൈസ കണ്ടുപിടിക്കാത്തോണ്ട് പോലീസുകാർ പേരും നമ്പറും എഴുതിയെടുത്തിട്ട് അവരെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതും അടുത്തൊരു ബന്ധമില്ലാത്ത സീൻ. ഈ പിള്ളേരെല്ലാം കൂടി ബക്കറ്റ് പിരിവിന് ഇറങ്ങും. ഇത് എന്താടാ ഇത്, സീനുകളുടെ സൂപ്പർ മാർക്കറ്റ്. ഇഷ്ടമുള്ള സീൻ ഇഷ്ടമുള്ള സമയത്തിടാം. അതേച്ചി പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ കിടക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ തല്ലിയവയില്ലേ MLA മോൻ, അവൻ വന്ന് യുവമാരെ പിടിച്ചിട്ട് ഇടിക്കണ്. എടാ ഇത് എന്തടാ ഈ കൊച്ചു ഭൂമിയിൽ നടക്കണേ? ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ അത് പെട്ടെന്നൊരു കറുത്ത താർ വന്ന് ബ്രേക്ക് ഇട്ട് നിൽക്കും. ആ നാട്ടില് കറുത്ത താർ ഇല്ലാത്തോണ്ടാണോ അതോ ഷൈൻ ടോം ചാക്കോ എന്ന ഫിലിം ആക്ടറിനെ കണ്ടോണ്ടാണോ എന്നറിയില്ല. അവിടെ ആക്ഷൻ ചെയ്തോണ്ടിരുന്നവന്മാരെല്ലാം പെട്ടെന്ന് മോശം നിർത്തി ഫ്രീസ് ആകും. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കും. ആ കൊള്ള, ഇയാള് മലയാളം പറഞ്ഞാലേ മനസ്സിലാക്കാത്ത ടൈമാണിത്. അതിന്റെ ഇടയിൽ കൂടെ തമിഴിൽ അതും ആത്മഗതിക്കണം. ഈ അവന്റെ അഭിനയം കണ്ടറിയ ഇവൻ സീരിയലിലുള്ളതാണ്. എപ്പോഴും ഓവർ എക്സ്പ്രഷൻ ആണ്. ഫ്രെയിമിൽ ചുമ്മാ നിൽക്കാൻ പറഞ്ഞാൽ അവൻ പിരിയും പൊക്കിക്കൊണ്ട് നിൽക്കുള്ളൂ. പിന്നെന്ത് ഷൈൻ ടോം ചാക്കോ വന്നെങ്കിൽ ഒരു മാസ സീൻ ആകാമല്ലോ. പിന്നെ ഇവ MLA മോനല്ലേ, അഹങ്കാരിയല്ലേ. ഷൈൻ ചാക്കണ്ണ ഇടിച്ച് പറത്തണ്ണവന്മാരാ. ഇടി കൊണ്ടില്ലല്ലോ. ഇങ്ങനെ എന്താ ടെലിക്കനീസിസ് യൂസ് ചെയ്യണം ഇതിനകത്ത്. എനിവേ ഗസ് ഇറ്റ് വാസ് എ വെരി ബ്രൂട്ടൽ ആൻഡ് ടെറിബിൾ ഫൈറ്റ്. हुकुम टाइगर का हुकुम. വായില് വെപ്പോലും കടിച്ചു പിടിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ അങ്ങോട്ട് അഭിനയിച്ച സിനിമയാണിത്. ഇപ്പൊ ആ ഡിസബിലിറ്റിക്ക് അദ്ദേഹത്തിന് മാറിയായിരുന്നല്ലോ. എന്തായാലും പാട്ട് കഴിഞ്ഞ ഉടനെ അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടി റെഡി ചെയ്യുന്ന ടീമുകൾ അവിടെ വന്ന് രണ്ട് കുണുക്ക്. ആ പാണ്ടിപ്പുടയിലെ കൊച്ചിനീഫെ കൊണ്ടല്ലോ മയിലായിട്ട് ഫ്രണ്ടിൽ തന്നെ. സൂപ്പർമാന്റെ ചെട്ടിട്ട് അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പോലീസുകാരൻ നായകൻ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോ ഇത് സ്റ്റേഷൻ അതാ വീടാണ് ഇത്. എന്തായാലും അവിടെ നമ്മുടെ ബെൽക്കുട്ടനെ പിടിച്ച് കള്ളനാണെന്നും പറഞ്ഞ് അടച്ചിട്ടേക്കുവാണ്. പുള്ളിയുടെ ഉടുപ്പ് മറ്റേ പോലീസുകാരെ വാങ്ങിച്ചിട്ടുന്നു. അപ്പൊ തന്നെ അയാളെ മുണ്ടും ഷർട്ടും പറിച്ച് പുള്ളിനെ വവ്വാല് ചിട്ടിയിൽ നിർത്തും. പോലീസുകാരനെ ചെട്ടി കണ്ടത് വിശ്വാമിത്രന്റെ ഒരു തപസ്സിളക്കി. അതുകൊണ്ട് രണ്ടുപേരും പിടിച്ച് അകത്തിടും. എന്തൊക്കെയോ കാണിച്ചു വെച്ചേക്കാണ് ഗൈസ് ഈ സിനിമയ്ക്കകത്ത്. ഈ പടം എടുക്കാൻ മുടക്കിയ പൈസ ഇല്ലേ, അതിനും പോലെ അത് കാറ്റത്ത് പറത്തിയെങ്കിലും കളഞ്ഞാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ആരെ പൈസ മോഷണം പോയെന്ന് പറഞ്ഞ് ബസ് വരെയാണ്. അപ്പൊ നമ്മുടെ ഷൈൻ ടോം ചാക്ക പിടിച്ച് നമ്മുടെ അൺപ്രൂവൺ DNA സ്റ്റാറിനെ പിടിച്ച് പരിശോധിക്കും. നോക്കുമ്പോ പുള്ളിയുടെ പൈസ. എടാ കള്ള. പിന്നെ ഒരു പരിപ്പോടെ കോമഡി കാണിച്ചു തരട്ടെ ഞാൻ. ചായ അടിക്കുമ്പോ പറയാൻ വട എടുക്കണമെന്ന്, വട എടുക്കുമ്പോ പറയാൻ ചായ അടിക്കണമെന്ന്. ഇതാ ഞാനിവിടൊന്നും ചെയ്യാത്ത. കിലുക്കം കണ്ടിട്ടുണ്ടല്ലേ മോൻ? ഒരു പരിപ്പോട മൊരിഞ്ഞു നോക്കി എടുത്തു ചേട്ടാ, അടുത്ത മാസം എടുക്കണ്ട്, ഈ മാസം അല്ല. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ നായകന് ആ മനയിൽ നടന്ന കൊലപാതകങ്ങളെ കുറിച്ച് അറിയാൻ ഒരു ആഗ്രഹം. ആ പിന്നെ നമ്മുടെ നിക്കറിട്ട് നിർത്തിയിരുന്ന മണിക്കുട്ടൻ ബിഗ് ബോസ് വിജയ് ആയതുകൊണ്ട് പുള്ളി ആ നാട്ടിലെ കള്ളനാണെങ്കിലും ചുമ്മാ ഇറക്കി അങ്ങ് വിട്ട്. സാറേ പിന്നെ ബിഗ് ബോസിൽ 1 നമ്പർ അടിച്ചവന്മാരൊന്നും കള്ളന്മാരായിക്കൂടാന്നൊന്നും ഇല്ല. ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണ കേസ്. എന്തായാലും നമ്മുടെ ഷൈനേട്ടൻ ആ പഴയ കേസ് കുത്തിപ്പൊക്കുകയാണ്. പിന്നെ നമ്മുടെ പഴയ മൊട്ട രാജേന്ദ്രൻ, അതായത് വെടിക്കാരൻ, ഇപ്പൊ ആ നാട്ടിലെ വലിയ പ്രമാണിയും പണക്കാരനും ഒക്കെയാണ്. പലിശയ്ക്ക് കൊടുക്കും പിരിവും ഒക്കെയാണ് ഇപ്പൊ ജോലി. പുള്ളി എങ്ങനെ ഇത്രയും പെട്ടെന്ന് പണക്കാരനായെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ പറയാം. അന്നേ ദിവസം രാത്രി തന്നെ നമ്മുടെ മനക്കിലെ ഏക വസന്തമായ പെൺകുട്ടിയെ കണ്ട് പഴയ അച്ഛനമ്മയുടെ മരണത്തെ പറ്റിയൊക്കെ ചോദിക്കാൻ ശ്രമിക്കുമെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ അവക്കൊല്ലം മനസ്സിലാകും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ അങ്ങ് പോകും. അന്നേ ദിവസം രാത്രി ആ പഴയ മനക്കിലെ വീണ്ടും ഒരു അനർത്ഥം സംഭവിക്കുകയാണ്. ആ മനക്കകത്തൊരു വലിയ ചെമ്പം പല്ലി തറയിൽ വീണ് കിടക്കണേനാണ് പോലീസൊക്കെ വന്നത്. സോറി ഗൈസ്, അത് ചെമ്പം പല്ലല്ലേ, ഏതോ ഒരു മനുഷ്യൻ കമിഴ്ന്ന് കിടക്കുകയാണ്. ശരി ഗൈസ്, അവിടെ മരിച്ചത് നമ്മുടെ ആലുസ്വാമി. അത് മാത്രമല്ല തൊട്ടപ്പുറത്ത് 50 ബക്കറ്റ് വെള്ളം മാറി നമ്മുടെ നായികയും മയത്തായിരിക്കുന്നു.
അങ്ങനെ കൊലപാതകം നടന്ന ക്യൂരിയോസിറ്റിയിൽ ടോം ചാക്കോയ്ക്ക് എന്തായാലും ഈ വാതിൽ പൊളിച്ചകത്ത് കയറണം. പക്ഷെ ഒരു കൂട്ടം വിശ്വാസികളായ മറ്റു മനുഷ്യർ അത് തുറന്ന ഈ നാട് നശിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തടയും. പിന്നെ ഇദ്ദേഹം ഒരു പ്രശസ്തനായ റിട്ടയർഡ് ഫോറൻസിക് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ നാട് അതായത് കൊണ്ട് വെറുതെ അത് വഴിയൊക്കെ കറങ്ങി കിടന്നപ്പോ ഈ കൊലപാതകത്തെ പറ്റി ഒന്ന് അന്വേഷിച്ചു. അപ്പൊ പുള്ളി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടുപേരെയും കൊന്നേക്കുന്നത് 2 ആയുധം കൊണ്ടാണെന്ന്. അത് കൊള്ളാടാ, അത് നല്ല സൂപ്പർ കണ്ടെത്തല് തന്നെ. പിന്നെ ആ നാട്ടിലെ ചെറുപ്പക്കാരന്മാരായ പയ്യന്മാരെല്ലാം കൂടി നമ്മുടെ ബെൽക്കുട്ടൻ ഒരു കള്ളനാണല്ലോ, പുള്ളി ആ നാട്ടിലെ തസ്കര വീരനും മീശമാധവനും ഒക്കെ ആയതുകൊണ്ട് അവര് സൈഡിൽ കൂടെ ഈ കൊലപാതകത്തെ പറ്റി ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞ് ആ നാട്ടിലുള്ള 5 പേരുടെ വീട്ടിൽ കയറി കക്കാൻ പറയും. എന്നിട്ട് കുറെ വിലപ്പെട്ട രേഖ എടുത്തോണ്ട് വരാൻ പറയും. വെറുതെ ആ നാട്ടില് ക്യാരം ബോർഡും കളിച്ച് കള്ളം കുടിച്ച് കിടക്കണ യുവമാർക്ക് ഇത്രയും പുത്തിയാടെ. ഈ നാട്ടിലെ 5 പ്രമുഖന്മാർ ആരാണെന്നൊന്നും കാണിക്കുന്നില്ല, ആകെ 1-2 പേര് കാണിക്കുന്നുള്ളൂ. എന്ത് ഫലാണ് എടുക്കാനുള്ളത്, എന്തിനാണ് എടുക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇത് എന്ത് സിനിമയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് എടുത്ത ഡയറക്ടർക്ക് മുഴുത്ത വട്ടാണ്. അയ്യൊക്കെ സിനിമയെ പറ്റി ഒരു കോപ്പ് പറഞ്ഞോ, ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. വല്ല പുഴയിലും പോയി ചൂണ്ടിട്ട് ഇരിക്കാതെ അങ്ങനെയൊക്കെ ഒന്ന് സിനിമ എടുത്തേക്കണം മനുഷ്യന് മെനക്കെടുത്താനായിട്ട്. ഇതൊക്കെ റോസ്റ്റിന് പാടില്ലേ മാഷേ. എന്തായാലും ബെൽക്കുട്ടൻ എല്ലായിടത്തും കയറിയിട്ട് സാധനങ്ങളൊക്കെ മോട്ടിക്കാൻ കയറുമ്പോ ഒരു മോട്ടിവേഷൻ സോങ്. ഒന്നിന്റെ പേരിലും അഹങ്കരിക്കരുത്. അത് കഴിഞ്ഞ് നമ്മുടെ റിട്ടയർഡ് ഫോറൻസിക് ഓഫീസർ ഇല്ലേ, പുള്ളിനെ ഏതോ ഒരുത്തം കൊണ്ട് വണ്ടി ഇടിപ്പിച്ച് ഐസിയുലാക്കും. എടാ ഇതിന്റെ ആവശ്യം ഇപ്പൊ എന്തായിരുന്നു അതിനകത്ത്? ഇയാൾ എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുവന്ന തന്നെ? തലയിൽ കെട്ടി വായിൽ പൈപ്പിട്ട് കിടത്താനാ? എന്തായാലും നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം കൂടി കുറച്ച് എവിഡൻസ് കളക്ട് ചെയ്ത് ഉന്നതനായ പോലീസുകാരന്റെ അടുത്ത് എത്തിക്കും. ഈ അലുവ പോലെ അനങ്ങാതിരിക്കുന്ന ആളാണ് ഈ സിനിമയുടെ ഡയറക്ടർ. പുള്ളിയുടെ അഭിനയത്തിനേ ഒരു ഡയറക്ഷൻ ഇല്ല. ഇയാളാണ് സിനിമ ഡയറക്ട് ചെയ്ത് വെച്ചേക്കണത്. നോക്ക് കിഴങ്ങ് പോലെ ഇരിക്കണു. കഠിനം തന്നെ കാര്യം. അണ്ണാ നിങ്ങളടുത്ത് ആരാണ് നിങ്ങൾക്ക് ഡയറക്ട് ചെയ്യാനും അഭിനയിക്കാനോ കഴിവുണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചത്? പിന്നങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡിലുള്ള എല്ലാ ആൾക്കാർക്കും അഭിനയിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. ഈ അമ്മച്ചി നമ്മുടെ ആസാമിയുടെ ഭാര്യയെ അമ്മച്ചിയെ പെങ്ങൾ ആരാങ്ങണ്ടേണ് ആരെന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. പോലീസുകാർ സാമിയെ പറ്റി അന്വേഷിക്കാൻ ഇവിടെ വരണതാണ് സീൻ. അമ്പത്തും തേനിയിലും ഒക്കെ ഏക്കർ കണക്കിന് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ സാറേ? എന്തായാലും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ആ കുറ്റവാളിയെ കണ്ടെത്തുകയാണ്. ആരാണ് നമ്മുടെ നായികയെ കൊന്നത്? ഞെട്ടാൻ തയ്യാറായിക്കോ. സംഭവം ഞാൻ നിങ്ങൾക്ക് ചുരുക്കി വിവരിച്ച് തരാം. ഷൈൻഡോ ജഗ പോലീസുകാരൊന്നും അറിയാതെ മറ്റു നിലവറ തുറക്കാൻ വേണ്ടി അകത്ത് കയറാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഒരു ദിവസം. ആ ദിവസം അദ്ദേഹത്തിന് ഒരു താളിയോല കിട്ടുന്നു. ആ താളിയോലക്കകത്ത് ഇപ്രകാരം പറയുന്നു: പണ്ട് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് കുറെ രത്നങ്ങൾ അടങ്ങിയ ഒരു നിധിപ്പെട്ടി ഈ കോലവും ഭരിച്ചിരുന്ന കാരണവരുടെ കയ്യിൽ എത്തുകയാണ്. ആ നിധിശേഖരം ഇപ്പോഴും ആ അടച്ചിട്ടിരിക്കുന്ന കലവറയ്ക്കകത്ത് എവിടെയോ ഉണ്ട്. ടോം ചാക്കോ അങ്ങനെ അതിന്റെ തുമ്പ് തേടി ഒടുവിൽ നമ്മുടെ മൊട്ടസ്വാമിയുടെ അടുത്ത് എത്തും. മൊട്ട രാജേന്ദ്രൻ പണക്കാരനായത് എങ്ങനെയാണെന്ന് അറിയാമോ? പണ്ട് നമ്മുടെ ചത്തുപോയ ആസാമി മൊട്ടയും കൂടി അതിൽ നിന്ന് കുറച്ച് നിധി അടിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷെ മെജോറിറ്റിയും അവിടെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചേക്കുകയാണ്. ഇതറിഞ്ഞ് നമ്മുടെ ഷൈൻ ടൈം ചാക്കോ ഒരു ദിവസം രാത്രി ആ കലവറയ്ക്കകത്ത് കയറുകയാണ്. ഒപ്പം നോക്കുമ്പോഴേ അതിന്റെ മുകളിൽ 2 പേര് സംസാരിക്കുന്നു. ഇത്രയും നാൾ എന്റെ മനസ്സിലടക്കി വെച്ചിരുന്ന പക ഇന്നാണ് എനിക്ക് ഇറക്കിയിരിക്കാനായത്. സംഭവം പണ്ട് ഈ വീട്ടിൽ കൊലപാതകം നടന്നപ്പോ ഒരു ചെറുക്ക ഇറങ്ങി ഓടി പോയില്ല. ആ ചെറുക്ക വലുതായിട്ട് തിരിച്ചു വന്ന അവന്റെ ശബ്ദമാണ് ഇത്. എടാ ആ സൗണ്ട് കേട്ട അറിഞ്ഞോ അത് ബെൽക്കുട്ടനാണെന്ന്. എന്നിട്ട് അത് സർപ്രൈസ് ആണെന്ന്. ഗൈസ്, നമ്മുടെ ബെൽക്കുട്ടന്റെ അനിയത്തിയും ബെൽക്കുട്ടനും ഇവിടെ വെച്ച് സ്ഥിരം കാണാറുണ്ടായിരുന്നു. അന്നൊരു രാത്രി അവിടെ വെച്ച് കാണാൻ വരുമ്പോഴാണ് ഷൈംഡോൺ ചാക്കോ അവളെ കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന നിധി എവിടെയെന്നും പറഞ്ഞ് ഷൈംഡോൺ ചാക്കോ അവക്കിട്ടൊരു ഒറ്റയാടി. അവളെ അപ്പ തന്നെ തലയിടിച്ച് അവിടെ വീഴും. എന്നിട്ട് ഒന്നുകൂടെ ചത്തൂന്ന് ഉറപ്പ് തീർക്കാൻ അവളെ കഴുത്തിൽ എന്തോ വെച്ച് കുത്തിട്ട് ഇവള് ചത്തില്ലായിരുന്നടാ. ചത്തവലെ അഭിനയിച്ച് കിടക്കായിരുന്നല്ലേ നീ? ഇടുക്കി കുത്തിയത് നന്നായി, ഇല്ലെങ്കിൽ ഇവളെ എണിച്ചു പോയി എല്ലായിടത്തും പറഞ്ഞു കൊടുത്തേനെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. മനസ്സിലായില്ലേ എല്ലാം? ഇനി ഒരു സർപ്രൈസ് ആയിട്ട് നമുക്കൊരു കാര്യം കാണിച്ചു വരുവാണ്. ആരാണ് ആ ഒളിച്ചോടി പോയി ചെറുക്കൻ എന്നല്ലേ? നമുക്കതൊട്ടും അങ്ങോട്ട് മനസ്സിലായതേ ഇല്ല. മണിക്കുട്ടനാണ് നമ്മുടെ മറ്റേ ആസാമിയെ കൊന്നത്. ഈ ആസാമിയാണ് നമ്മുടെ മണിക്കുട്ടന്റെ അച്ഛനെയും അമ്മേനെയും പണ്ട് കൊന്നത്. ഷൈൻഡോൺ ചാക്കോയാണ് നമ്മുടെ നായികേനെ കൊന്നത്. ഈ കൊലപാതകങ്ങളെല്ലാം ഷൈൻഡോൺ ചാക്കോന്റെ തലയിൽ വന്ന് ഷൈൻഡോൺ ചാക്കോ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു. ബെൽക്കുട്ടൻ നിധിയുമായി ഒരു കോടീശ്വരനായി മാറുകയാണ്. ഇനി ഇതെല്ലാം തീർന്ന് ബെൽക്കുട്ട കൊടുക്കാൻ ഇതെന്തൊരു വേഷോടാ ഇത്? നീ ആരടാ? കുഞ്ഞാലി മരക്കാരാ? യവന അസാസിൻ ക്രീഡ് കളിച്ച് ഭ്രാന്തായതാണ്. ഒടുവിൽ അങ്ങനെ ഒരു കത്തി വേഷം ഇട്ട് ഇപ്പൊ മനസ്സിലായി, ഇത് പ്രൊട്ടക്ടർ. അങ്ങനെ ഇപ്പോഴല്ലേ സിനിമയുടെ പേര് സാധൂകരിച്ചത്. സ്വന്തം അനിയത്തിനെ അച്ഛനെ അമ്മേനെയും എന്തിനു സ്വന്തമായിട്ട് അവനെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ അറിഞ്ഞൂടാ. അങ്ങനെയുള്ള ഒരു മൊണ്ണയാണ് രക്ഷകൻ.
മതി ഗൈസ്, ഞാൻ പോണം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ പടം ഒരു പടു ദുരന്തമായിരുന്നു. തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടവരുടെ 2 വാക്കും കൂടി കേട്ടിട്ട് നിങ്ങൾ പൊക്കോ. മൂവി നന്നായിട്ടുണ്ടെന്നുള്ള എൻ്റെ അഭിപ്രായം. ഞാൻ ഡയറക്ടർ തന്നെയാണല്ലോ. ഈ സിനിമയുടെ ഡയറക്ടറാണ് പ്രിയപ്പെട്ട അതുപോലെ നമ്മൾ കാസർഗോട്ടുകാരാണ്. ഡയറക്ടറിനെ പൊക്കാനായിട്ട് വേറെ ഒരുത്തനും. നിങ്ങൾ 10-15 പേര് ചേർന്നാടാ ഈ സിനിമ എടുത്തത്. എന്നിട്ട് നിങ്ങൾ എന്നെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അടിപൊളി എന്ന് പറയണ തോന്നടേ ഇതൊക്കെ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും അറിയാലോ. അപ്പൊ എങ്ങനെ നമ്മൾ ഇനിയും കാണും. താങ്ക്സ്. ലവ് യു.